നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിന്റെ 23 അംഗ സ്ക്വാഡ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചല്ലോ. ഇപ്പൊ നെയ്മർ ജൂനിയർ ഈ ഒരു സ്ക്വാഡിലില്ല, താരത്തിന് പരിക്കാണ്, പുറത്താണ്. ഏതായാലും അദ്ദേഹം ഇല്ലാതെ ബ്രസീൽ കോപ്പ അമേരിക്കയിൽ എന്ത് ചെയ്യും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സമയമാണ്. CBF ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ബ്രസീൽ ടീമിന്റെ പ്ലാനുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് എവിടെയാണ് ബ്രസീൽ ടീമിന്റെ ബേസ് ഉണ്ടാവുക, എന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കുക, താരങ്ങൾ എന്ന് എത്തിച്ചേരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 23 അംഗ സ്ക്വാഡ് ആണ് പ്രഖ്യാപിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 26 അംഗ സ്ക്വാഡായിട്ട് സ്ക്വാഡിന്റെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കോൺമബോൾ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വൈകാതെ നടത്തുമെന്നാണ് സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ 3 പേരെ കൂടി വേണമെങ്കിൽ ഡൊറിവാൾ ജൂനിയർക്ക് ബ്രസീൽ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പോഴെന്തായാലും 23 അംഗ സ്ക്വാഡാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺമബോളിന് ഫൈനൽ ലിസ്റ്റ് കൊടുക്കാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ, കാത്തിരിക്കാം. പിന്നെ ബ്രസീൽ ടീമിന്റെ മറ്റ് യാത്രാ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിരിക്കുന്നു. 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് ബ്രസീൽ കളിക്കുന്നുണ്ട്. അതിലൊരു മത്സരം അവർ കളിക്കുന്നത് മെക്സിക്കോക്കെതിരെയാണ്. അത് ജൂൺ 8-നാണ്. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ ജൂൺ 12-ന് കളിക്കുന്നുണ്ട്. 2 സൗഹൃദ മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് ബ്രസീൽ കോപ്പ അമേരിക്ക കളിക്കുക എന്നർത്ഥം. ഈ 23 അംഗ താരങ്ങൾ ആദ്യം ഒരുമിച്ച് ചേരേണ്ടത് CBFന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഏതായാലും ജൂൺ 3-ാം തീയതിയോടുകൂടി ബ്രസീൽ ടീം കംപ്ലീറ്റ് ഒരുമിച്ച് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെയ് 30-നാണ് യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു ഡേറ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ബ്രസീലിൽ എപ്പോഴും ലീഗ് കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. അപ്പോൾ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾ ഇപ്പോൾ 3 പേരാണ് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. അവര് ജൂൺ 3-ഓടുകൂടി സ്ക്വാഡിനോടൊപ്പം ചേരും. അങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ച് 6-ാം തീയതിയോടുകൂടി ബ്രസീൽ ടീം ഓർലാൻഡോയിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യും. പിന്നെ മെക്സിക്കോക്കെതിരെയുള്ള മത്സരം അത് ജൂൺ 8-നാണ്. ടെക്സസിൽ വെച്ചിട്ട് ആ ഒരു മത്സരം നടക്കും. അതിനുശേഷം ടീം അതായത് ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പിന്നീട് ഫ്ലോറിഡയിലേക്ക് പോകും എന്നാണ് ലഭ്യമാവുന്ന വിവരം. 12-ാം തീയതി ബ്രസീലിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ മത്സരമുണ്ട്. ഏതായാലും നല്ല രൂപത്തിലുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് കോപ്പ അമേരിക്കയെ ബ്രസീൽ സമീപിക്കാൻ പോകുന്നത്. എങ്കിലും നെയ്മർ ജൂനിയറുടെ അഭാവം ആരാധകർക്ക് ഒരു ചെറിയ നിരാശ ഉണ്ടാക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.